ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം അധ്യായം സമാന്തര ശ്രേണിയും ബീജഗണിതവും. അതിലെ പേജ് 72-ലെ 8ാമത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ചോദ്യം: ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 50-ഉം 21ാം പദം 75-ഉമാണ്. ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 10ാം പദം 50. അപ്പൊ നമുക്ക് x10 സമം 50 എന്ന് എഴുതാം. ഇനി 10ാം പദം കാണാനുള്ള ബീജഗണിത സമവാക്യം എന്താണ്? x10 സമം nd, 10d പ്ലസ് f മൈനസ് d. അപ്പൊ ഇത് 10d മൈനസ് d, 9d. ഇപ്പൊ നമുക്ക് f പ്ലസ് 9d എന്ന് എഴുതാം. അപ്പോൾ 10ാം പദം f പ്ലസ് 9d, അത് സമവാക്യം 1. ഇതേപോലെ നമുക്ക് 21ാം പദം x21 സമം 75, x21 21d പ്ലസ് f മൈനസ് d എന്ന് എഴുതാം. അപ്പോൾ f ഇനി 21d യിൽ നിന്ന് d കുറച്ചാൽ 20d. അപ്പോൾ x21 സമം f പ്ലസ് 20d എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് സമവാക്യങ്ങളും ഒന്ന് കൂട്ടി എഴുതി നോക്കാം. അപ്പോൾ സമവാക്യം 1 പ്ലസ് സമവാക്യം 2. ആദ്യം നമുക്ക് വലതുവശം ചെയ്യാം. എഫും എഫും 2f, 9dയും 20dയും 29d. അപ്പോ 2f പ്ലസ് 29d സമം x10 പ്ലസ് x21. അപ്പൊ ഇവിടെ x10 50ഉം x21 75ഉം ആയതുകൊണ്ട് ഈ തുക 125 ആയിരിക്കും. അപ്പൊ നമുക്ക് 2f പ്ലസ് 29d എന്നുള്ളത് 125 എന്ന് എഴുതാം. ഓക്കെ, ഇനി ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണാൻ 30ാം പദം വേണമല്ലോ. അപ്പോൾ 30ാം പദം x30 സമം 30d പ്ലസ് f മൈനസ് d. അപ്പോൾ f പ്ലസ് 29d എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം എന്താണ്? 30/2 ഇൻറ്റു 1ാം പദം പ്ലസ് 30ാം പദം. 1ാം പദം f ആണ്, 30ാം പദം f പ്ലസ് 29d ആണ്. അപ്പോൾ 30/2 15. 15 ഇൻറ്റു f പ്ലസ് 29d. ഇത് 15 ഇൻറ്റു 2f പ്ലസ് 29d എന്നെഴുതാം. ഇനി 2f പ്ലസ് 29d 125 എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് കിട്ടും? 15 ഇൻറ്റു 125. അപ്പോൾ 15 5 75, ബാക്കി 7, 15 2 30, 7 15 3 18, 1875 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക 1875 ആണ്. ഓക്കെ, അപ്പോൾ 10ാം പദം f പ്ലസ് 9d എന്ന് എഴുതാം. 21ാം പദം f പ്ലസ് 20d എന്ന് എഴുതാം. അത് രണ്ടും കൂട്ടുന്ന സമയത്ത് 2f പ്ലസ് 29d എന്ന് കിട്ടും. അതിൽ ഒരു f മാറ്റിക്കഴിഞ്ഞാൽ f പ്ലസ്, അതായത് 2f പ്ലസ് 29d നമുക്ക് f പ്ലസ്
എഫ് പ്ലസ് 29d എന്ന് എഴുതാം. ആ എഫ് പ്ലസ് 29d എന്ന് പറയുന്നത് 30-ാം പദമാണ്. അപ്പോൾ ആദ്യ പദം പ്ലസ് 30-ാം പദം 125 എന്ന് കിട്ടും. ഇതിനെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 30/2 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ലോജിക്ക്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ തുടങ്ങാം. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.